SSLC Type 40 Algebraic form of sum of n terms of an arithmetic sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം. നമ്മൾ algebraic form of n-ആം പദം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. xn is equal to an plus b എന്നാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സമ്മിന്റെ n പദങ്ങളുടെ തുകയുടെ algebraic form, അതായത് Sn-ന്റെ algebraic form. Sn-ന്റെ algebraic form. ഓക്കെ, നമ്മൾ Sn എന്ന് പറഞ്ഞാൽ n into n plus 1 by 2 plus bn എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് Sn-നെ ഇതിനെ നമ്മൾ a into ഈ a by 2 ഞാൻ എടുക്കുന്നു. n into n plus 1-നെ എങ്ങനെ എഴുതാം? n into n n സ്ക്വയർ പ്ലസ് n into 1 n എന്ന് കിട്ടും പ്ലസ് bn. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് a by 2 into n സ്ക്വയർ പ്ലസ് a by 2 into n പ്ലസ് bn. അതായത് ഇവിടെ n സ്ക്വയറിന്റെ ടേംസും n-ന്റെ ടേംസും മാത്രമേ ഉള്ളൂ. സോ നമുക്കിതിനെ a by 2 n സ്ക്വയർ പ്ലസ് n-ന്റെ ടേംസിൽ ഈ രണ്ടെണ്ണത്തിലും n പൊതുവായിട്ടുണ്ട്. സോ n-നെ നമുക്ക് പുറത്തേക്ക് എടുത്താൽ എങ്ങനെ എഴുതാം? a by 2 പ്ലസ് b into n എന്ന് എഴുതാം. അപ്പൊ a by 2 എന്നും a by 2 പ്ലസ് b എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റന്റ്സ് ആണ്, ഫിക്സഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന് പകരം a by 2-ന് പകരം നമ്മൾ p എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? p n സ്ക്വയർ എന്ന് വരും. a by 2 പ്ലസ് bക്ക് q എന്ന് കൊടുത്താൽ q n എന്ന് വരും. സോ ഇതാണ് algebraic form of sum of n terms of an arithmetic sequence. xn is equal to an plus b എന്ന് പഠിക്കുന്നത് പോലെ തന്നെ sn is equal to എങ്ങനെ പഠിച്ചോളാം? pn സ്ക്വയർ പ്ലസ് qn. അപ്പോൾ p എന്താണ്? p is equal, ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മതി. p എന്ന് പറഞ്ഞാൽ a by 2 ആണ്. a എന്തായിരുന്നു? a is കോമൺ ഡിഫറൻസ് ആണ്. സോ p എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതി. p is equal to കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. q എന്ന് പറഞ്ഞാലോ കോമൺ ഡിഫറൻസിന്റെ പകുതിയോട് കൂടി xn is equal to an plus bയിലെ b കൂട്ടിയാൽ എന്താണോ കിട്ടുക അതാണ് q. മനസ്സിലായല്ലോ? സോ algebraic form of sum of n terms of an arithmetic sequence ചോദിച്ചാൽ എന്തെഴുതിക്കോളാം? Sn is equal to pn square plus qn, where p is half of common difference. Okay. The sum of the first n terms of an arithmetic sequence is of the form Sn is equal to pn square plus qn, where p is equal to common difference by 2. അതുപോലെ pയും qയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. pയും qയും കൂടെ കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. p എന്ന് പറഞ്ഞാൽ a by 2 ആണ്. q എന്ന് പറഞ്ഞാൽ a by 2 പ്ലസ് b ആണ്. a by 2 പ്ലസ് b ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് b കിട്ടും. a പ്ലസ് b ആണ് ഫസ്റ്റ് ടേം. അതുകൊണ്ടാണ് p പ്ലസ് q എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. ഏത് സമാന്തര ശ്രേണിയുടെയും തുകയുടെ ബീജഗണിത രൂപം Sn is equal to pn സ്ക്വയർ പ്ലസ് qn ആകുന്നു. ഇവിടെ p എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം ബൈ 2, പൊതുവ്യത്യാസത്തിന്റെ പകുതി. p പ്ലസ് q, pയും qയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആദ്യ പദം കിട്ടും. algebraic form of Sn-ൽ നിന്ന് ചോദിക്കാവുന്ന വിവിധതരം ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, write the algebraic form of sum of first n terms of the following arithmetic sequences. താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എഴുതുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് 2, 4, 6, 8 etc. We need to write the algebraic form of sum of n terms of an this arithmetic sequence. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതേണ്ടത്? Sn. Sn is equal to Sn എന്ന് പറഞ്ഞാൽ എന്താണ്? pn സ്ക്വയർ പ്ലസ് qn. ഓക്കെ, അപ്പോൾ p എന്താണ്? p is കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. ഓക്കെ, സോ എന്താണ് കോമൺ ഡിഫറൻസ്? തന്ന സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്താ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 4 മൈനസ് 2 2 വരും. രണ്ടിന്റെ പകുതി എന്ത് വരും? 1. അപ്പൊ പിയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? 1 എഴുതാം.
പിന്നെ നമുക്കറിയാം പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടണം, അതായത് 2 കിട്ടണം. പി 1 ആണെങ്കിൽ ക്യൂവും കൂടെ കൂട്ടിയാൽ 2 കിട്ടണമെങ്കിൽ ക്യൂ എന്തായിരിക്കണം? 2 ഈ 1നെ ഇങ്ങോട്ട് വേണം. 1നോട് എത്ര കൂട്ടിയാലാണ് 2 കിട്ടുക? 1 കൂട്ടിയാൽ. അപ്പൊ ക്യൂയുടെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും. Therefore algebraic form നമുക്ക് എഴുതാം. Algebraic form Sn is equal to പിയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. 1 n സ്ക്വയറിന് എഴുതാറില്ല, വെറും n സ്ക്വയറിന് എഴുതിയാൽ മതി. പ്ലസ് ക്യൂവിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ 1 n എന്നുള്ളിടത്ത് എന്ത് എഴുതിയാൽ മതി? n എന്ന് എഴുതിയാൽ മതി. സോ വി ഗോട്ട് ദ algebraic form of the first sequence Sn is equal to n square plus n. രണ്ടാമത്തെ അരിത്മെറ്റിക് സീക്വൻസ് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് 10, 15, 20, 25 എക്സെട്ര 10, 15, 20, 25 എക്സെട്ര. നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ തുകയുടെ ബീജഗണിത രൂപം എഴുതണം. സമ്മിന്റെ algebraic form. So we know that the algebraic form of sum is Pn square plus Qn. Where what is P? P is common difference by 2. So common difference എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. സോ 15 മൈനസ് 10 5. 5/2 ആണ് P. ഓക്കെ, ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുത്താൽ മതി? പിയും ക്യൂവും കൂട്ടിയാൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 10 കിട്ടണം. ഓക്കെ, പി നമുക്കറിയാം 5/2 ആണ്. അതിനോട് എന്ത് കൂട്ടിയാലാണ് നമ്മൾക്ക് 10 കിട്ടുക? 5/2നോട് എന്ത് കൂട്ടിയാലാണ് 10 കിട്ടുക? അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ക്യൂ മാത്രം കാണണമെങ്കിൽ 5/2നെ വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ വലതുവശത്ത് ആദ്യമുള്ള 10 ആദ്യം എഴുതണം. ഈ 5/2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചിഹ്നം മാറും. ഇവിടെ ഇത് പോസിറ്റീവ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -5/2 ആകും. അപ്പൊ ഒരു ഹോൾ നമ്പറിൽ നിന്ന് ഫ്രാക്ഷൻ മൈനസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ 2 ആണെങ്കിൽ അതേ 2 എഴുതാം. 10 × 2 മൾട്ടിപ്ലൈ ചെയ്യാം 20. 20 മൈനസ് അതേ 5. അപ്പൊ എത്ര വരും? 15/2 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് Sn എഴുതാം. Sn is equal to എന്ത് വരും? പിയുടെ സ്ഥാനത്ത് 5/2. 5/2 n സ്ക്വയർ പ്ലസ് ക്യൂവിന്റെ സ്ഥാനത്ത് 15/2. 15/2 n. So algebraic form of the second arithmetic sequence is 5/2 n square plus 15/2 n. മൂന്നാമതായി തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് 3, 6, 9, 12 എക്സെട്ര. നമുക്ക് ഇതിന്റെ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം എഴുതണം. സോ സമ്മിന്റെ ഓൾജിബ്രിക് ഫോം Sn എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. Pn square plus Qn. ഇവിടെ P എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. കോമൺ ഡിഫറൻസ് നോക്കാം. 6ൽ നിന്ന് 3 കുറയ്ക്കുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 6 മൈനസ് 3 3 കിട്ടും. സോ P എന്ന് പറയുന്നത് 3/2 ആണ്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ പിയും ക്യൂവും കൂട്ടിയാൽ ഫസ്റ്റ് ടേം 3 കിട്ടും. P എന്ന് പറഞ്ഞാൽ 3/2 ആണ്. Q എന്തായിരിക്കണം? അപ്പോൾ അതിന്റെ തുക 3 കിട്ടണമെങ്കിൽ Q എന്തായിരിക്കണം? ഇവിടെ നിന്ന് Q കണ്ടുപിടിക്കാം. Q എന്ന് പറഞ്ഞാൽ 3 അവിടെ തന്നെ എഴുതുന്നു. 3/2 ലെഫ്റ്റ് സൈഡിലുള്ള 3/2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -3/2 വരും. സോ ഡിനോമിനേറ്റർ 2 തന്നെ എഴുതും. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 3 × 2 6. 6 മൈനസ് 3. സോ നമുക്ക് എന്ത് കിട്ടും? 3/2 തന്നെ കിട്ടും. സോ Q 3/2 തന്നെയാണ്. സോ നമുക്ക് ഓൾജിബ്രിക് ഫോം എഴുതാം. Sn is equal to Pn square. പിയുടെ സ്ഥാനത്ത് 3/2. സോ 3/2 n സ്ക്വയർ പ്ലസ് ക്യൂവിന്റെ സ്ഥാനത്തും 3/2 n. So algebraic form of arithmetic sequence is the sum of arithmetic sequence is 3/2 n square plus 3/2 n. ഈ ഒരു ടൈപ്പിൽ ചോദിക്കാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 35, ക്വസ്റ്റ്യൻ നമ്പർ 5. The expressions for the sum to n terms of some arithmetic sequences are given below. Find the expression for the nth term of each. ചില സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ തന്നിരിക്കുന്നു. ഓരോ ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുക. n-ാം പദം എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് ഫോമാണ് എഴുതേണ്ടത്. സോ n-ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? xn എഴുതണം. xn എന്ന് പറഞ്ഞാൽ എന്താണ്? an + b. ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം? ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസും വേണം. അപ്പൊ നമുക്കിവിടെ Sn ആണ് തന്നിരിക്കുന്നത്. ഓൾജിബ്രിക് ഫോം ഓഫ് സം ആണ് തന്നിരിക്കുന്നത്. Sn is equal to n square plus 2n. അപ്പോൾ
ഓൾജിബ്രിക് ഫോം ഓഫ് സം എന്ന് പറഞ്ഞാൽ Sn is equal to Pn square plus Qn ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് P കിട്ടും. P എന്താണ്? P എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ അടുത്തുള്ള നമ്പറാണ്. n സ്ക്വയറിന്റെ അടുത്തുള്ള നമ്പർ 1 ആണ്. ഓക്കെ, ഇനി Q കിട്ടും നമുക്ക്. Q എന്താണ്? n-ന്റെ അടുത്തുള്ള നമ്പർ 2 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കാണും. നമ്മൾ പഠിച്ചിട്ടുണ്ട് P എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? P-ന്റെ ഡബിൾ ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയും പഠിച്ചു വെക്കണം. P കാണാൻ പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ബൈ 2, കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ഡബിൾ ഓഫ് P. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1-ന്റെ ഡബിൾ, 1 into 2. എത്ര വരും? 2 കിട്ടും. ഇനി ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് പറ്റും. ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്ന് കാണണമെങ്കിൽ Pയും Qയും കൂടെ കൂട്ടിയാൽ മതി. P plus Q. അപ്പം 1ഉം 2ഉം കൂട്ടിയാൽ 3 ഫസ്റ്റ് ടേം കിട്ടും. സോ നമുക്ക് ഓൾജിബ്രിക് ഫോം എഴുതാം. Xn is equal to An plus B ആണ്. ദാറ്റ് is equal to A എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 2n. ഇനി B എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടാൻ 2നോട് എന്ത് കൂട്ടണം? 2 കോമൺ ഡിഫറൻസ് ആണ്. 3 ആണ് ഫസ്റ്റ് ടേം. 2നോട് എന്ത് കൂട്ടിയാലാണ് 3 കിട്ടുക? 1 കൂട്ടിയാൽ. സോ നമുക്ക് എന്തെഴുതാം? 2n plus 1. സോ ഓൾജിബ്രിക് ഫോം എന്താണ്? എന്നാം പദം എന്താണ്? 2n plus 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് Sn തന്നിട്ടുണ്ട്. Sn is equal to 2n square plus n ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ Pയുടെ സ്ഥാനത്ത് n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ 2 കിട്ടും. Qന്റെ സ്ഥാനത്ത് n-ന്റെ കൂടെയുള്ള നമ്പർ 1 കിട്ടും. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഓഫ് P ആണ്. അതായത് 2 into 2 4 കിട്ടും. ഇനി Pയും Qയും കൂടെ കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു P plus Q. P 2 ആണ്, Q 1 ആണ്. സോ P plus Q എന്ത് കിട്ടും? 3 കിട്ടും. സോ നമുക്ക് nth ടേം എഴുതാം. Xn is equal to An plus B. That is Xn is equal to A is common difference. Common difference നമ്മൾ കണ്ടെത്തി 4 ആണെന്ന്. സോ 4n. ഇനി ഫസ്റ്റ് ടേമിനെ 4ഉമായിട്ട് കമ്പയർ ചെയ്യാം. 4ൽ നിന്ന് 1 കുറച്ചാലാണ് ഫസ്റ്റ് ടേം കിട്ടുക. സോ -1. സോ Xn is equal to 4n minus 1. അടുത്ത ഓൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. n സ്ക്വയർ മൈനസ് 2n. Sn തന്നു n സ്ക്വയർ മൈനസ് 2n. ഇവിടെ നിന്ന് എന്ത് കണ്ടെത്താം? P കാണും. P എന്ന് പറഞ്ഞ n സ്ക്വയറിന്റെ അടുത്ത നമ്പർ എന്താണ്? 1. ഒന്നുമില്ലെങ്കിൽ എന്ത് എഴുതണം? 1 എന്ന് എഴുതണം. Q എന്താണ്? n-ന്റെ അടുത്ത നമ്പർ 2 അല്ല, -2 ആണ്. തൊട്ട് മുന്നിൽ മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടണം. അപ്പൊ Q കിട്ടും -2. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. P തന്നാൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഓഫ് P ആണ്. സോ 2 into P എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 2. ഇനി ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരു nth ടേം എഴുതണമെങ്കിൽ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമും വേണം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ P plus Q ആണ്. Pയും Qയും കൂടെ കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുക. P 1 ആണ്, Q -2 ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ നമുക്ക് Xn എഴുതാം. nth ടേം എഴുതാം. An plus B. സോ Xn is equal to A എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ്. സോ 2n. ഫസ്റ്റ് ടേം -1 കിട്ടണമെങ്കിൽ B എന്തായിരിക്കും? B കണ്ടുപിടിക്കാൻ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ പറഞ്ഞിട്ടുണ്ട്. B കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ഫസ്റ്റ് ടേം -1 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. -1 -2 എന്ന് പറഞ്ഞാൽ -3 കിട്ടും. സോ B എന്താണ്? -3. അപ്പൊ ബിയുടെ സ്ഥാനത്ത് എന്ത് എഴുതിയാൽ മതി? -3. 2ൽ നിന്ന് 3 കുറച്ചാലാണ് -1 കിട്ടുക. ആ രീതിയിലും -3 കണ്ടെത്താം. സോ nth ടേം ഇസ് ഈക്വൽ ടു 2n minus 3. സോ അടുത്ത ക്വസ്റ്റ്യൻ Sn തന്നിട്ടുണ്ട്. Sn is equal to algebraic form of sum 2n square minus n. തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. Sn is equal to 2n square minus n. സോ ഇവിടെ നിന്ന് നമുക്ക് P എഴുതാം. P എന്ന് പറഞ്ഞ n സ്ക്വയറിന്റെ അടുത്ത നമ്പർ. ഓക്കെ, ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. n സ്ക്വയറിന്റെ ഗുണോത്തരം അത് 2 ആണ്.
Q is equal to coefficient of n. It is minus 1. Okay, that is n ന്റെ അടുത്തുള്ള നമ്പർ minus 1 ആണ് ഇവിടെ. So minus 1. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. P തന്നാൽ കോമൺ ഡിഫറൻസ് is double of P ആണ്. 2P ആണ്. That is 2 into 2, 4 കിട്ടും. So common difference is equal to 4. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് P plus Q ആണ്. സോ P നമുക്ക് തന്നിട്ടുണ്ട് 2 എന്ന്, Q തന്നിട്ടുണ്ട് -1 എന്ന്. സോ 2 plus -1 ഫസ്റ്റ് ടേം നമുക്ക് കിട്ടും 1 എന്ന്. സോ നമുക്കിനി ആൾജിബ്രിക് ഫോം എഴുതാം. xn is equal to an plus b. So xn is equal to a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ആണ്. ദാറ്റ് വി ഫൗണ്ട് ഇറ്റ് ഇസ് 4 ഹിയർ. സോ 4n. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം 1 കിട്ടണമെങ്കിൽ 4ൽ നിന്ന് 1ലേക്ക് എത്തണമെങ്കിൽ 3 കുറയ്ക്കണം. സോ 4n minus 3. സോ ആൾജിബ്രിക് ഫോം എന്താണ്? xn is equal to 4n minus 3. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ആൾജിബ്രിക് ഫോം ഓഫ് സം. ഓക്കെ, ഒരു കാര്യം ഒന്നുകൂടെ എടുത്തു പറയട്ടെ. ആൾജിബ്രിക് ഫോം ഓഫ് സം എന്ന് പറയുമ്പോഴാണ് ആൾജിബ്രിക് ഫോം ഓഫ് സം, തുകയുടെ ബീജഗണിത രൂപം എന്ന് പറയുമ്പോഴാണ് Sn is equal to Pn square plus Qn എഴുതും. എന്നാൽ വെറുതെ ആൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ്, സമ്മെന്ന് എടുത്തു പറഞ്ഞാലാണ് അത് എഴുതേണ്ടത്. അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം എന്നോ അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എന്നോ പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് xn is equal to an plus b എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കിവിടെ ആൾജിബ്രിക് ഫോം ഓഫ് സമ്മ് തന്നിട്ടുണ്ട്. Sn is equal to n square minus n. സോ ഇവിടെ നിന്ന് നമുക്ക് P എഴുതാം. P എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ 1 ആണ്. Q എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് n ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് n ഇവിടെ -1 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ we can write the common difference. Common difference is double of P. That is 2 into 1, 2 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം is equal to P plus Q ആണ്. സോ P is 1, Q is -1. So 1 plus -1 0 കിട്ടും. So first term is 0. Okay, ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം എഴുതാം. xn is equal to an plus b. Okay, so that is xn is equal to a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ക്വസ്റ്റിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2. സോ 2. ഇനി ഫസ്റ്റ് ടേം 0ലേക്ക് എത്താൻ 2ൽ നിന്ന് 2 കുറയ്ക്കണം. സോ 2n minus 2. സോ നമുക്ക് ആൻസർ കിട്ടി. xn is equal to 2n minus 2. അടുത്ത ക്വസ്റ്റ്യൻ. The algebraic form of sum of n terms of some arithmetic sequences are given below. Find the common difference and first term of each. ചില സമാന്തര ശ്രേണികളുടെ തുകയുടെ ബീജഗണിത രൂപം താഴെ തന്നിരിക്കുന്നു. അവയുടെ പൊതുവ്യത്യാസവും ആദ്യ പദവും കാണുക. ഒന്നാമത്തെ ആൾജിബ്രിക് ഫോം ഓഫ് സം Sn is equal to 2n square plus 3. അപ്പൊ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തും? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ്. സോ നമുക്ക് ആദ്യം എന്ത് കാണണം? കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഡബിൾ. സോ ആ നമ്പർ ഏതാ? 2 ആണ്. 2ന്റെ ഡബിള് 4. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണണമെങ്കിൽ n സ്ക്വയറിനെയും n-നെയും അങ്ങ് ഒഴിവാക്കുക. സോ വാട്ട് യു സീ? 2 plus 3. അപ്പൊ ഫസ്റ്റ് ടേം എന്താണ്? 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Sn is equal to 6n square plus 4. So here we need to write common difference. കോമൺ ഡിഫറൻസ് കാണാൻ n സ്ക്വയറിന്റെ അടുത്തുള്ള നമ്പർ മാത്രം നോക്കിയാൽ മതി. 6 ആണ്. അതിന്റെ ഡബിൾ 6ന്റെ ഡബിൾ എത്രയാണ്? 12. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം കാണണമെങ്കിൽ n-നെ ഒഴിവാക്കി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 6 plus 4 എന്ന് കിട്ടും. 6 plus 4 എന്താണ്? 10. So first term is 10. Okay, now next go to the last question. Sn is equal to 3n square minus n. So first we need to find the common difference. Common difference കാണണമെങ്കിൽ n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ നോക്കുക 3. അതിന്റെ ഡബിൾ 3ന്റെ ഡബിൾ 6. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം കാണണമെങ്കിൽ n സ്ക്വയറും n-ഉം അങ്ങ് ഒഴിവാക്കുക. സോ n സ്ക്വയറും n-ഉം ഒഴിവാക്കിയാൽ 3 മൈനസ് ഇവിടെ ഒരു നമ്പർ അല്ലെങ്കിൽ 1 എന്ന് എടുക്കണം. സോ 3 minus 1 2 എന്ന് കിട്ടും. Next question. The algebraic form of sum of n terms of some arithmetic sequences are given below. Find the sum of given number of terms of each. ചില സമാന്തര ശ്രേണികളുടെ തുകയുടെ ബീജഗണിത രൂപം താഴെ തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന എണ്ണം പദങ്ങളുടെ തുക കാണുക.
First question, Sn is equal to 5n square plus 2n. Find the sum of 10 terms. Okay. So, sum of 10 terms നമ്മൾ എങ്ങനെ എഴുതാം? S10 എന്നാണ് എഴുതാം. Okay. Sn നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിവിടെ S10 എഴുതി. That is here n is replaced by 10. n-ന് പകരം എന്തെഴുതി? 10 എഴുതി. അപ്പൊ റൈറ്റ് സൈഡിലും എന്ത് തന്നെ ചെയ്താൽ മതി? n-ന് പകരം 10 കൊടുത്താൽ മതി. സോ എന്ത് കിട്ടും? 5 into 10 square plus 2 into 10. അല്ലേ? സോ 5 into 10 square 100 plus 2 into 10 20. So 5 into 100 is 500 plus 20. So answer 520. So തന്നിരിക്കുന്ന എണ്ണം പദങ്ങളുടെ തുക കാണണമെങ്കിൽ Sn തന്നിട്ട് തുക കാണണമെങ്കിൽ n-ന് പകരം എത്രയാണോ എണ്ണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Sn is equal to 6n square minus 2n. Find the sum of 15 terms. That is here നമുക്ക് എന്ത് കാണണം? Sum of 15 terms കാണണം. ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണണം എന്ന് പറഞ്ഞാൽ S15 ആണ് കാണേണ്ടത്. അല്ലേ? സോ Sn തന്നിട്ടുണ്ട്, S15 കാണണം. That means n-ന് പകരം 15 കൊടുത്താൽ മതി. സോ ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? 6 into 15 square minus 2 into 15. So 6 into 15 square എത്രയാണ്? 225 minus 2 into 15. 15ന്റെ ഇരട്ടി 30. ഓക്കെ, ഇനി 6ഉം 225 മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 1350 എന്ന് കിട്ടും. മൈനസ് 30 ചെയ്യുക. സോ നമുക്ക് ആൻസർ കിട്ടും 1320.